സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ അനിശ്ചിതകാല സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 11 ഇന ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇവർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ചാർജ് നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന റേറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഊബർ കേരളത്തിലേക്ക് വന്നത് മുതൽ നമ്മൾക്ക് ഗവൺമെൻറ് അംഗീകൃത ഫെയർ എന്ന് പറയുന്നത് മിനിമം ചാർജ് 170 രൂപയും കിലോമീറ്റർ ചാർജ് 18 രൂപയുമാണ്. ഇന്ന് നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 13 മുതൽ 15 വരെയുള്ള കിലോമീറ്റർ ചാർജുകളും 120 രൂപ 130 വരെയുള്ള മിനിമം ചാർജ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ആ സർക്കാരിൻ്റെ നിശ്ചിത ഫെയർ ഉണ്ട്. 10 വർഷം മുമ്പ് സർക്കാർ നിലവിൽ വന്ന ഫെയർ അത് നിലവിലെ കമ്പനികളോട് ഞങ്ങൾക്ക് നൽകാൻ ഗവൺമെൻറ് ഇടപെടൽ വേണം എന്നുള്ളതും കമ്പനിയോടും അതേ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളിവിടുന്ന് ഒരു തൃശ്ശൂർ ഓട്ടം പോയി കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു വരുന്ന നേരെ പകുതി വിലക്കാണ്. നമ്മൾ പോകുന്ന ഗ്യാസും റോഡും ടയറും എല്ലാം ഒരേപോലെയാണ്. പക്ഷേ തിരിച്ചു വരുന്നതോ 10 രൂപയും 9 രൂപയും 8 രൂപയ്ക്കും കിലോമീറ്റർ ചാർജിനാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ കേരളത്തിലുടനീളം ഇപ്പോൾ നമ്മൾ അഗ്രിഗേറ്റർ പോളിസി പ്രകാരം കേരളത്തിൽ എവിടെ നിന്നും ഊബർ ഡ്രൈവർ എടുക്കാം. പക്ഷേ അത് കേരളത്തിൽ എവിടെ നിന്നും നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്തും ഒരേ ഫെയർ അഥവാ ഫെയർ ഏകീകരണം നടത്തുക എന്നുള്ളത് കമ്പനി തലത്തിലും അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലും ഫെയർ ഏകീകരണം നടത്തുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം എന്ന് പറയുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ വന്നു? ഒന്നും ഇതേവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം 100% വിജയം കണ്ടിരിക്കുകയാണ്. ടോട്ടലി നമ്മളിത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് രാവിലത്തെ ഫെയർ നോക്കുമ്പോൾ എടപ്പള്ളിയിൽ നിന്നും കൊച്ചിയിലോട്ട് യൂബർ സെഡാനിന് വരുന്നത് 600 രൂപയായിരുന്നു. വണ്ടികൾ എല്ലാം നിർത്തലേക്ക് നിന്നപ്പോൾ സ്റ്റോപ്പായപ്പോൾ ഇപ്പോൾ സർജ് കൂടിയുടെ സമയപരമായിട്ട് എമൗണ്ട് വർധനവ് 1600 മുതൽ 1800 വരെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എടപ്പള്ളിയിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക്. ഇതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ എടപ്പള്ളിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് രാവിലെ കാണിക്കുന്നത് 400 രൂപയാണ്. ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് 1200 മുതൽ 1450 രൂപ വരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് ഇതാണ് ഇപ്പോൾ കമ്പനിയുടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ടാക്സി ഡ്രൈവർമാർ ഡെയിലി 1200 മുതൽ 1300 വരെ റെന്റ് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ അവർ കടക്കണിയിലായിരിക്കുകയാണ്. ഫെയർ കൂടുതൽ കാണിക്കുമ്പോൾ അതിന്റെ ബാധ്യത ജനങ്ങളുടെ മേലാണ്. അതെ, ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അവർക്ക് എത്രയാണോ ഫെയർ കിട്ടുന്നത് അവരത് നോക്കി ബുക്ക് ചെയ്യാണ്. പക്ഷേ മിനിമം കമ്പനി ഈടാക്കുന്നത് 30% മുതൽ 45% വരെ കമ്മീഷനാണ് ഈടാക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഫോർട്ട് കൊച്ചിയിലേക്ക് 1200 കിട്ടുമ്പോൾ ഇത് ഡ്രൈവർക്ക് കിട്ടുന്നത് ഏകദേശം 700 രൂപയാണ്. 500ഓളം കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്മീഷനാണ് അവർ പിടിക്കുന്നത്. ഇതൊന്നും സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഒരു തൊഴിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളോ മറ്റ് എന്തെങ്കിലും നീക്കങ്ങൾ നിങ്ങളുടെ സർക്കാരിന്റെ ഭാഗത്ത് ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും സർക്കാരിന് മാത്രമേ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ 4-5ഓളം ആപ്പുകളുണ്ട്. ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ തമ്മിലുള്ള മത്സരം നിൽക്കണമെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഏത് ആപ്പ് ഉപയോഗിച്ചാലും ഒരു നിശ്ചിത ഫെയർ ഇവിടെ വേണം. അത് സർക്കാരിന് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഫെയർ ഈ നിയമത്തിൽ കൊണ്ടുവന്നാൽ വേറെ ഒരു ആപ്പിനും ഇവിടെ അതിൽ കുറഞ്ഞ് ഇവിടെ ഡ്രൈവർമാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബുക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ 200 രൂപയുടെ ട്രിപ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏത് ആപ്പിൽ നോക്കിയാലും അതേ 200 രൂപ തന്നെ കാണിക്കണം. അപ്പോൾ കൂടുതൽ കമ്മീഷനുള്ള ആപ്പുകൾക്ക് ഏകീകരണം വേണം. അപ്പോൾ കൂടുതൽ കമ്മീഷൻ വാങ്ങുന്ന ആപ്പുകൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പം മാഡം ഒരു ആപ്പ് ഡ്രൈവ് ബുക്ക് 200 രൂപ കാണിക്കുന്നു, പക്ഷെ 300 രൂപ വാങ്ങുന്ന ആപ്പിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് 200 രൂപ ആപ്പാണ് യൂസ് ചെയ്യുള്ളൂ കസ്റ്റമർ. അപ്പോൾ സർക്കാരിനാണ് ഇതിൽ ഇടപെടാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്ര പേരുണ്ട് ഈ സമരത്തിൽ? ശരിക്കും ഏതൊക്കെ സംഘടനകളാണ്? ട്രേഡ് യൂണിയനുകളൊക്കെ? എല്ലാ ട്രേഡ് യൂണിയനും നമുക്ക് സപ്പോർട്ടാണ്. ഇതുവരെ ഓൾ കേരള എല്ലാ മുതിർന്ന ഡ്രൈവർമാരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും നമ്മുടെ മുകളിൽ നമുക്ക് നേതൃത്വം തരുന്നുണ്ട്. ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിലായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ യൂണിറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാം നോർമൽ സാധാരണ ഡ്രൈവേഴ്സ് എല്ലാം കൂടി ഒത്തുചേർന്നാണ് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ ഡ്രൈവറും നമുക്ക് സപ്പോർട്ടാണ്. ഇത് അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേര് റോട്ടിൽ ഇറങ്ങുന്നുണ്ട്. അത് നമ്മൾ നേരിൽ കണ്ട് സംസാരിക്കുകയും അത് നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ഇഷ്യൂസ് നമുക്ക് ഇതുവരെ. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ചർച്ചകളോ മറ്റു കാര്യങ്ങളില്ല. അപ്പോൾ ഏതെങ്കിലും മറ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ? ഇല്ല, നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റിലേക്ക് ഇത് എത്തിക്കുക.
നമ്മുടെ കസ്റ്റമറായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഈ ഊബറാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെ ഉപയോഗിച്ച് വരുന്നത്. പക്ഷേ ഉപയോഗിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡ്രൈവർമാർ വീണ് പോയിട്ടുണ്ട്. അതായത് വണ്ടി സ്വന്തമായിട്ട് മേടിക്കുകയും വരുമാനത്തിൽ കൂടുതൽ വരുമാനം ഇല്ല എന്നുള്ളതാണ്, കൂടുതലെന്നല്ല, ഉള്ള വരുമാനം ഈ വണ്ടിയുടെ മെയിൻ്റെനൻസിനും ഫ്യൂവലിനുമായി ചെലവാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ എയർപോർട്ട് പരിസരത്ത് ഒരു യോഗം ചേരുന്നുണ്ട് എല്ലാ യൂണിയനുകളും ചേർന്നിട്ട്. അപ്പോൾ ഭാവി പരിപാടികൾ ഇന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് തീരുമാനിക്കും. അതെന്തായാലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവും. എന്തായാലും അനിശ്ചിതകാല സമരം ഇവിടെ തുടരുകയാണ്. സർക്കാർ ഇടപെടലാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇവർ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലാണ് ഇന്ന് യോഗം, ഇത് സംബന്ധിച്ചിട്ടുള്ള ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗവും ഇന്ന് നടക്കാൻ പോകുന്നത്. ക്യാമറമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.